ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാൻ ഫാമിലി വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ്, എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് നോക്കാം. അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻകം അഥവാ മണി ഏൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീസിനെ വി ക്യാൻ കോൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു മാനുഫാക്ചറിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നു, എന്തെങ്കിലും സെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും അതുപോലെ വേറെ എന്തെങ്കിലും ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ മണി ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന ഏതൊരു ജോലിയെയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നു, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ പർപ്പസ് എന്താണ്? ഏണിംഗ് മണിയാണ്. അതായത് ഏണിംഗ് ഇൻകം അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാഷ് ഏൺ ചെയ്യുക അഥവാ മണി അച്ചീവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീസിനെ വി ക്യാൻ കോൾഡ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുന്നു, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്തല്ല, നോട്ട് എ ഏണിംഗ് മണി അഥവാ ഒരു ഇൻകം അച്ചീവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അല്ലാതെ, അഥവാ നമ്മളൊരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസിന് വേണ്ടിയോ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഒരു ഇൻകം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു ക്യാഷ് ഏൺ ചെയ്യുന്നതിന് അല്ലെങ്കിൽ മണി ഏൺ ചെയ്യുന്നതിനൊന്നും വേണ്ടിയല്ലാതെ നമ്മളൊരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ അഥവാ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അഥവാ ഒരു ഹാപ്പിനെസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീസിനെയും ഏതൊരു പ്രവൃത്തിയെയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചാരിറ്റി ചെയ്യുന്നെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡൊണേഷൻ ചെയ്യുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് കുക്കിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുഡ് കുക്കിംഗ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്, അതെ, അഥവാ ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നുവെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കുന്നു, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാൻ സാധിക്കും. ഇനി എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം 3 ആയിട്ട്, 3 ആയിട്ട് എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് എ ബിസിനസ്, സെക്കൻഡ് വൺ ഇസ് എ പ്രൊഫഷൻ, തേർഡ് വൺ ഇസ് എ എംപ്ലോയ്മെന്റ്. അപ്പം ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഏണിംഗ് പർപ്പസ് അതിൻ്റെ അകത്തുണ്ട്, പ്രൊഫഷൻ എന്ന് പറയുമ്പോഴും നമുക്കറിയാം അതിൻ്റെ അകത്തൊരു ഏണിംഗ് പർപ്പസ് ഉണ്ട്, എംപ്ലോയ്മെന്റിലൂടെ നമുക്ക് ഒരു ഏണിംഗ് പർപ്പസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എക്കണോമിക് ആക്ടിവിറ്റീസിനെ 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ബിസിനസ് എന്ന് നോക്കാം. ഓക്കെ.